വിദേശത്തു നിന്നുള്ള ക്വാളിഫിക്കേഷൻസ് യുകെയിലെ ക്വാളിഫിക്കേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുകയും അസസ് ചെയ്യുകയും ചെയ്യുന്ന യുകെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഓർഗനൈസേഷനാണ് യുകെ നാരിക് എന്ന് പറയുന്നത്. ഈ ഒരു യുകെ നാരിക്കിൻ്റെ സർവീസായിരുന്നു യുകെ വിസ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരിയധികം ആളുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ലെവലോ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അവരുടെ ക്വാളിഫിക്കേഷൻസ് ഒരു യുകെ ബാച്ചലേഴ്സ് ഡിഗ്രി ആയിട്ട് ഈക്വലൻ്റ് ആണ് അല്ലെങ്കിൽ തുല്യമാണ് എന്ന് തെളിയിക്കുന്നത് ഈ ഒരു കമ്പാരിസൺ സർവീസ് ഉപയോഗിച്ചിട്ടായിരുന്നു. എന്നാൽ 2021 മാർച്ചിൽ യുകെ നാരിക്കിൻ്റെ പേര് യുകെ എനിക് എന്ന് മാറ്റുകയുണ്ടായി. അത് പ്രത്യേകിച്ച് ബ്രെക്സിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു പേര് മാറ്റിയത്. എന്നാൽ അതിനുശേഷം യുകെ എനിക്കിൻ്റെ സർട്ടിഫിക്കറ്റുകളായിരുന്നു എല്ലാവരും വിസ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 2025 യുകെ എനിക്കിൻ്റെ ഈ ക്വാളിഫിക്കേഷൻ കമ്പാരിസൺ സർവീസ് എന്ന് പറയുന്ന സർവീസ് എക്ടിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഗവൺമെൻറ് കൈമാറി. അപ്പോൾ എക്ടിസ് എന്ന് പറയുന്ന കമ്പനിയാണ് യുകെ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുകെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ കമ്പാരിസൺ സർവീസുകൾ ഇപ്പോൾ നിലവിൽ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്തു നിന്ന് ക്വാളിഫിക്കേഷനുള്ള ഒരാളാണ് യുകെയുടെ വിസ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നു, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യുന്ന നിങ്ങളുടെ ഓവർസീസ് ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എക്ടിസിൻ്റെ സർവീസാണ് യൂസ് ചെയ്യേണ്ടത്. എക്ടിസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും ട്രാൻസ്ക്രിപ്റ്റുകളും മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യുക. ഏകദേശം 20 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ നിങ്ങളുടെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ യുകെയിലെ ഒരു ബാച്ചലേഴ്സ് ഡിഗ്രിയുടെ തുല്യമായിട്ടൊരു ക്വാളിഫിക്കേഷൻ ആണോ എന്ന് അവർ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയും. നിങ്ങൾ അസസ്മെൻറ്റ് കംപ്ലീറ്റഡ് ആയി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു QR കോഡ് അല്ലെങ്കിൽ ഒരു കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ കിട്ടും. ആ ഒരു കോഡാണ് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ സർട്ടിഫിക്കറ്റിലോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ കിട്ടില്ല. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 252 പൗണ്ടാണ് കോസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ 20 വർക്കിംഗ് ഡേയ്സിൻ്റെ ടൈം ഫ്രെയിമും അവർ പറയുന്നുണ്ട്. അപ്പം ആ ഒരു സർവീസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നിങ്ങൾ യുകെ നാരിക്കിൻ്റെ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ യുകെ എനിക്കിൻ്റെ സർട്ടിഫിക്കറ്റുകളോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ ഇനി നിങ്ങളുടെ യുകെ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. യുകെയിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ലാംഗ്വേജ് എക്സാമുകളുണ്ട്. ലാംഗ്വേജ് സെറ്റിൻ്റെയും പിയേഴ്സിൻ്റെയും അല്ലെങ്കിൽ യുകെ വെയിൽസ് എന്ന് പറഞ്ഞ എക്സാമുകളുണ്ട്. അതിൻ്റെ ഫീസുകൾ ഏകദേശം 150 അല്ലെങ്കിൽ 180 പൗണ്ട് വരെയൊക്കെ ഫീസ് വരുന്നുള്ളൂ. അതേപോലെ 5 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ക്വിക്കറായിട്ടുള്ള ടേൺ അറൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുന്നതാണ് എപ്പോഴും നല്ലൊരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സർവീസിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ കമ്പയർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഈ ഓഫീസിൽ നിന്ന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും. താങ്ക് യു സോ മച്ച്.